അവിഹിതം കുടുംബ പ്രശ്നമായി ഒടുവിൽ വണ്ടി ഇടിച്ചു കയറ്റി ആത്മഹത്യ. അടൂർ പട്ടാഴിമുക്കിൽ കാർ കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റി രണ്ടുപേർ മരിച്ച സംഭവം കരുതിക്കുട്ടിയുള്ള അപകടമാണെന്ന് വ്യക്തമാകുന്നു. ഇന്നലെ രാത്രി ഏകദേശം 11:30 ഉണ്ടായ അപകടത്തിൽ തുമ്പമൺ നോർത്ത് GHSലെ അധ്യാപികയായ നൂറനാട് മറ്റപ്പള്ളി സുശീന്ദ്രം സ്വദേശിനി അനുജ രവീന്ദ്രൻ 37 വയസ്സ്, സ്വകാര്യ ബസ് ഡ്രൈവർ ചാരിമൂട് ഹാഷിം മൻസിലിൽ ഹാഷിം 31 വയസ്സ് എന്നിവരാണ് മരിച്ചത്. അപകടമുണ്ടായ ഉടൻ തന്നെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ചാണ് ഇരുവരെയും പുറത്തെടുത്തത്. അപ്പോഴേക്കും ഇരുവരും മരിച്ചിരുന്നു. കാറിന്റെ മുൻവശം ഏതാണ്ട് പൂർണ്ണമായും തകർന്നു. അനുജയും ഹാഷിമും ഏതാനും വർഷങ്ങളായി അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്നാണ് വിവരം. വ്യാഴാഴ്ച രാത്രി 11:30 അടൂരിൽ നിന്ന് പത്തനാപുരത്തേക്കുള്ള വഴിയിലായിരുന്നു അപകടം. ഹാഷിമും അനുജയും തമ്മിലുള്ള സൗഹൃദം ബന്ധുക്കൾ അറിയുകയും അത് പിന്നീട് കുടുംബ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. പരീക്ഷയെല്ലാം കഴിഞ്ഞ് തുമ്പമൺ GHSൽ നിന്നും കുട്ടികളോടൊപ്പം തിരുവനന്തപുരം മാജിക് പ്ലാനറ്റിൽ നിന്ന് വിനോദയാത്ര കഴിഞ്ഞു മടങ്ങിയ അനുജയെ വാഹനം തടഞ്ഞ് ഹാഷിം കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. അനുജയും സംഘവും വന്ന വാഹനത്തിന് പിന്നാലെ ഹാഷിം കാറുമായി എത്തുകയായിരുന്നു. പത്തനംതിട്ട കൊല്ലം ജില്ലാ അതിർത്തിയായ ഏനാത്ത് വെച്ച് അധ്യാപക സംഘത്തിന്റെ വാഹനത്തിന് കുറുകെ നിർത്തി വാഹനത്തിന്റെ വാതിലിൽ തട്ടി അനുജയെ പുറത്തേക്ക് വിളിച്ചിറക്കി. ആരാണെന്ന് സഹാധ്യാപകർ ചോദിച്ചപ്പോൾ കൊച്ചച്ഛന്റെ മകൻ ആണെന്നായിരുന്നു അനുജയുടെ മറുപടി. വീട്ടിലേക്ക് ഞാൻ എത്തിക്കോളാം, നിങ്ങൾ പൊക്കോളൂ എന്ന് അനുജ പറഞ്ഞു അത്രേ. അനുജ ഹാഷിമിന്റെ കാറിൽ കയറി. ഉടൻ തന്നെ കാർ അമിത സ്പീഡിൽ പോകുന്നത് കണ്ട് സഹാധ്യാപകർ അനുജയുടെ ഭർത്താവിനെയും അച്ഛനെയും വിവരമറിയിച്ചു. സഹപ്രവർത്തകർ അനുജയുടെ ഫോണിലേക്ക് വിളിച്ചുവെങ്കിലും ആദ്യം ഫോൺ എടുത്തില്ല. തുടർച്ചയായി ഫോൺ വിളിച്ചപ്പോൾ അനുജ കരയുന്നുണ്ടായിരുന്നു. ഉടനെ താൻ വീട്ടിലെത്തും, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞതായും അറിയുന്നു. പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കാമെന്നും തങ്ങൾ സ്റ്റേഷനിലേക്ക് എത്താമെന്നും അവർ പറഞ്ഞു. തുടർന്ന് ഇവർ നൂറനാട് പോലീസ് സ്റ്റേഷൻ വഴി അടൂർ സ്റ്റേഷനിലേക്ക് വിവരം കൈമാറുകയായിരുന്നു. ആ സമയത്താണ് ഒരു കണ്ടെയ്നർ ലോറിയിലേക്ക് കാർ ഇടിച്ചു കയറി അപകടമുണ്ടായ വിവരം പുറത്തു വരുന്നത്. അനുജയും ഹാഷിമും സഞ്ചരിച്ചിരുന്ന കാർ പത്തനാപുരം ഭാഗത്തു നിന്നാണ് വന്നത്. ഈ കാർ എതിർദിശയിൽ നിന്ന് വരികയായിരുന്ന ലോറിയിലേക്ക് അമിത വേഗത്തിൽ ഇടിച്ചു കയറ്റുകയായിരുന്നു. കാർ ഓടിച്ചിരുന്നത് ഹാഷിമായിരുന്നു. മുൻസീറ്റിൽ ഇരുന്ന അനുജ ഇടിയുടെ ആഘാതത്തിൽ പിൻസീറ്റിലേക്ക് തെറിച്ചു വീണു. 2 വാഹനങ്ങളിൽ നിന്നുമുള്ള ഇന്ധനം റോഡിൽ നിറഞ്ഞിരുന്നു. അഗ്നിശമന സേന എത്തിയാണ് ഇന്ധനം നീക്കം ചെയ്തത്. കായംകുളം പുനലൂർ റോഡിലെ സ്ഥിരം അപകട മേഖലയാണ് അപകടം നടന്ന പട്ടാഴിമുക്ക്. ഹാഷിം ഓടിച്ച സ്വിഫ്റ്റ് കാർ ബസ്സിനെ വിലങ്ങി നിർത്തി അനുജയെ വാഹനത്തിന്റെ വാതിൽ വലിച്ചു തുറന്നാണ് ഹാഷിം കൂട്ടിക്കൊണ്ടുപോയതെന്ന് അധ്യാപകർ പറഞ്ഞു. തങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന് സഹ അധ്യാപികയോട് അനുജ പറഞ്ഞിരുന്നതായും സൂചനയുണ്ട്. സഹ അധ്യാപകരാണ് ഇക്കാര്യം പറഞ്ഞത്. അപകടത്തിൽപ്പെട്ട കാറിൽ നിന്നും മദ്യക്കുപ്പിയും കണ്ടെത്തിയിട്ടുണ്ട്. അപകടത്തിൽ പരിക്കേറ്റ അനുജയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മറ്റ് അധ്യാപകരും ആശുപത്രിയിൽ എത്തിയിരുന്നതായി രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായ നിസാം ITV ന്യൂസിനോട് പറഞ്ഞു. ഹാഷിം ഓടിച്ചിരുന്ന അപകടത്തിൽപ്പെട്ട സ്വിഫ്റ്റ് കാർ വാടകയ്ക്കെടുത്തതാണെന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. കോട്ടയത്ത് ലോഡ് ഇറക്കിയ ശേഷം ഹരിയാനയ്ക്ക് പോകുവാൻ ശിവകാശിക്ക് പുറപ്പെട്ടതായിരുന്നു കണ്ടെയ്നർ ലോറി. പത്തനാപുരം ഭാഗത്ത് നിന്ന് തെറ്റായ ദിശയിൽ വന്ന കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നുവെന്ന് ലോറി ഡ്രൈവർ പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. അടൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. അനുജ ഭർത്തൃമതിയും 11 വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ മാതാവുമാണ്. സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് വിശദമായ അന്വേഷണം നടത്തുവാനാണ് പോലീസ് തീരുമാനം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.